അപേക്ഷിക്കുമ്പോഴും ദൈവത്തിന്റെ വചനം പഠിക്കുകയും പ്രസംഗിക്കുകയും എല്ലാം ചെയ്ത് മറ്റുള്ളവരെയും ദൈവത്തിലേക്ക് അടുപ്പിക്കുമ്പോഴും, അതുപോലെ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ നിറയുമ്പോഴും എല്ലാം നാം ശക്തിയുള്ളവരായി തീരും. ദൈവത്തിന്റെ നാമത്തിന് ശക്തിയുണ്ട്. ആ നാമം നാം ഏറ്റുപറഞ്ഞ് നാം രക്ഷ നേടേണ്ടത് അത് മാത്രമേ നമ്മൾക്ക് കടമയുള്ളൂ. നാം ചെയ്യേണ്ടത് ദൈവത്തിന്റെ നാമം വിളിച്ചു പറഞ്ഞ് നാം രക്ഷ നേടുക മാത്രമാണ്. അതുപോലെ ദൈവത്തിന്റെ വചനത്തിനും ശക്തിയുണ്ട്. അതിന് നമ്മളെ സുഖപ്പെടുത്താൻ കഴിയും, നമ്മളെ രക്ഷിക്കാൻ കഴിയും. അങ്ങനെ ശക്തിയുള്ള ആ ദൈവത്തിന്റെ വചനം കേൾക്കണമെങ്കിൽ നമുക്ക് അവിടുത്തെ കൃപ വേണം. നമ്മുടെ ഉള്ളിൽ കൃപയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. നാം വചനത്തിന്റെ ശക്തിയിൽ വിശ്വസിക്കുമ്പോൾ യേശു നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. അങ്ങനെ നിയമാവർത്തനം 30:20 പറയുന്നു, നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ വാക്കുകൾ കേട്ട് അവിടുത്തോട് ചേർന്ന് നിൽക്കുക. നിനക്ക് ജീവനും ദീർഘായുസ്സും ലഭിക്കും. നാം ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ശക്തി വേണം, നമ്മുടെ ശരീരത്തിന് ശക്തി വേണം. എങ്ങനെ നമുക്ക് ശക്തി ലഭിക്കുന്നത്? ദൈവത്തിന്റെ വചനങ്ങൾ നമ്മൾ ഉരുവിടുമ്പോഴും അവിടുത്തെ വചനത്തിൽ ആശ്രയിക്കുമ്പോഴുമാണ്. അങ്ങനെ നമുക്ക് ഭൂമിയിൽ ദീർഘായുസ് നമ്മൾ ആഗ്രഹിക്കുന്നു. നമുക്ക് ദീർഘായുസ് നൽകുന്നതും ദൈവത്തിന്റെ വചനത്തിന് സാധിക്കും. നാം അവിടുത്തെ വചനം ഏറ്റുപറയുകയും അവിടുത്തെ വചനത്തിൽ ആശ്രയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ജീവനും ദീർഘായുസ്സും ലഭിക്കും. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തിനും ഇസഹാക്കിനും യാക്കോബിനും നൽകുമെന്ന് കർത്താവ് ശപഥം ചെയ്ത ദേശത്ത് നമുക്ക് വാസമുറപ്പിക്കാനും സാധിക്കും. നാം ഏത് സ്ഥലത്താണ് ജീവിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് നാട്ടിലാണ് നമ്മുടെ അന്നം എന്നൊക്കെ ഇതെല്ലാം ഉണ്ടല്ലോ. ദൈവം നമുക്ക് പണ്ടേ തന്നെ നമ്മുടെ ജന്മത്തിന് മുമ്പ് തന്നെ ദൈവം തീരുമാനിച്ചതാണ്. അപ്പോൾ ഈ മുതുകാട് പ്രദേശത്ത് വസിക്കുന്ന എല്ലാ മനുഷ്യരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നാം ഏത് ദേശത്ത് വസിക്കണമെന്ന് എല്ലാം ദൈവം നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ചതാണ്. നാം ചെയ്യേണ്ടത് യേശുവിന്റെ നാമം, യേശു കർത്താവാണ് എന്ന് അതരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നാം രക്ഷ പ്രാപിക്കും. വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല. നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുന്നത്. നാം കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് വചനത്തിൽ പറയുന്നു.